പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അഡ്മിറ്റ് ആയിരിക്കുന്ന ജമലി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ രാത്രി വലിയ കുഴപ്പമൊന്നുമില്ലാതെ ശാന്തമായിട്ട് പരിശുദ്ധ പിതാവ് കടന്നുപോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ രാത്രി ശാന്തമായി കടന്നുപോയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കുന്നു. ആസ്മയുടെ ഭാഗമായിട്ട് നീണ്ടു നിൽക്കുന്ന ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉയർന്ന അളവിൽ ഓക്സിജൻ ഇന്നലെ നൽകേണ്ടി വന്നിരുന്നു. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഓക്സിജന്റെ സപ്പോർട്ട് ഇപ്പോഴും ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. രക്തപരിശോധനയിൽ ട്രോംബോ സൈറ്റോപേനിയ വിത്ത് അനേമിയ എന്ന അവസ്ഥയാണ് കണ്ടെത്തിയിരുന്നത്. അതായത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രക്തത്തിന്റെ റെഡ് സെൽസും ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇന്നലെ മാർപ്പാപ്പയ്ക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വന്നത്. 2 ശ്വാസങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ച ഫ്രാൻസിസ് പാപ്പായ്ക്ക് ആന്റിബയോട്ടിക് ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് എല്ലാ ഞായറാഴ്ചയും നടത്തുന്ന പോലെയുള്ള 12 മണിക്കത്തെ ആഞ്ചലസ് പ്രാർത്ഥന പരിശുദ്ധ പിതാവിന് നടത്താൻ സാധിച്ചില്ല. പക്ഷെ അതോടൊപ്പമുള്ള ഒരു സന്ദേശം പരിശുദ്ധ പിതാവ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരുന്നു. അത് വത്തിക്കാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ജൂബിലി വർഷത്തിൽ ഇന്ന് ഡീക്കന്മാരുടെ ജൂബിലിയാണ് വത്തിക്കാനിൽ ആഘോഷിക്കുന്നത്. ഈ ഡീക്കന്മാരുടെ ജൂബിലിയോടനുബന്ധിച്ച് ഉള്ള ഒരു ഹോമിലി, ഒരു സന്ദേശം പരിശുദ്ധ പിതാവ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരുന്നു. അത് ഇവാഞ്ചലൈസേഷൻ ഡിക്കാസ്ട്രിയിലുള്ള മൺസീനിയർ പിസ്കല്ലയാണ് അത് ആ സന്ദേശം ഡീക്കന്മാർക്ക് വേണ്ടി വായിച്ചത്. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥനകൾ ഉയരുകയാണ്. കാരണം റോമൻ രൂപതയിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കാനുള്ള ആവശ്യമായിട്ട് റോമിലെ വികാരി ജനറൽ കാർഡിനൽ വാൽഡോ റെയ്ന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് റോമൻ സമയം 5:30 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം 10 മണിക്ക് പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാന റോമിൽ അർപ്പിക്കപ്പെടുന്നതായിരിക്കും. റോമൻ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയായ സൻ ലാത്രാനോ ബസിലിക്കയിലെ ബഹുമാനപ്പെട്ട എല്ലാ വൈദികരോടും സിസ്റ്റേഴ്സിനോടും അൽമായരോടും വന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നും പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും റോമിന്റെ കർദിനാൾ ജനറലായ റെയ്നോ ബാൾഡോ അറിയിച്ചിട്ടുണ്ട്. ലോകം മൊത്തം പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥനകൾ ഉയരുമ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശം അനുസരിച്ച് പരിശുദ്ധ പിതാവിന് നേരിയ ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നാണ്. എന്നിരുന്നാൽ തന്നെയും ആരോഗ്യത്തിന്റെ അപകടനില ഇതുവരെയും തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. ഗുഡ്നസ് ചാനലിന് വേണ്ടി ജമലി ഹോസ്പിറ്റലിൽ നിന്നും ഫാദർ ജോജി പോൾ കളരിക്കൽ.